അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يعتب بعضكم بعضا أيحب أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. ഓതിക്കേൾപ്പിച്ച സൂറത്തുൽ ഹുജറാത്തിലെ 12-ാമത്തെ ആയത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സമ്പന്നരായ 2 സ്വഹാബികളിലേക്കാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് തഫ്സീറുൽ ഖുർത്തുബിയിലൂടെ പരാമർശിക്കുന്നു. സംഭവം ഇങ്ങനെയാണ്. ദീർഘമേറിയ യാത്രക്ക് പുറപ്പെടാനിരിക്കുകയാണ് മൂസിരീങ്ങളായ 2 സ്വഹാബികൾ. അവർക്കൊരു സഹായി എന്നോണം, അവർക്കൊരു ഖാദിം എന്നോണം സൽമാൻ എന്നവരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിക്കുന്നു. ദീർഘമേറിയ യാത്രയായതുകൊണ്ട് തന്നെ സൽമാൻ എന്നവർക്ക് ക്ഷീണം അനുഭവപ്പെട്ടു. അദ്ദേഹം ഉറക്കിലേക്ക് ആണ്ടുപോയി. കൂടെ വന്ന മൂസിരീങ്ങളായ സ്വഹാബികൾ അവർക്ക് നല്ല വിശപ്പ് അനുഭവിക്കുന്നുണ്ട്. അവർ ഭക്ഷണത്തളികയിലേക്ക് നോക്കിയപ്പോൾ ഭക്ഷണമൊന്നും കാണാനില്ല. അവർ സൽമാനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സവിധത്തിലേക്ക് പോകണം, അവിടെ വല്ല ഭക്ഷണവും കാണും. അവിടെ ചെന്ന് ഭക്ഷണം കളക്ട് ചെയ്ത് ഇവിടേക്ക് വരണം എന്ന് സൽമാൻ എന്നവരോട് നിർദ്ദേശം കൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് പോകുന്നു. വിഷയം ബോധിപ്പിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇദ്ഹബ് ഇലാ ഉസാമത്ത് ബിൻ സെയ്ദ്, നിങ്ങൾ ഉസാമ തങ്ങളടുത്ത് പോകണം, അവിടെ വല്ല ഭക്ഷണവും കാണും. ഉസാമ തങ്ങളെ അന്വേഷിച്ച് സൽമാൻ എന്നവർ യാത്ര തിരിച്ചു. കാര്യം ബോധിപ്പിച്ചു. ഉസാമ തങ്ങൾ പറഞ്ഞു, മാ ഇൻദി ഷൈഉൻ, എൻ്റെ അടുത്ത് ഒന്നുമില്ലല്ലോ, ഇനി എന്ത് ചെയ്യും? ഈ മറുപടിയുമായി മുസ്ലിങ്ങളായ സ്വഹാബികളുടെ അടുത്ത് ചെല്ലുകയും അവർ പറഞ്ഞു സൽമാൻ എന്നവരോട്, ഖദ് കാന ഇൻദഹു, അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട്, പക്ഷേ ലാകിന്നഹു ബുഖ്ലുൻ, അദ്ദേഹം ഒരു പിശുക്കനാണ്. ഈ ഒരു സംസാരം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹളറത്തിലെത്തുകയും അവിടുന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂസിരീങ്ങളായി 2 സ്വഹാബികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മാലി അറാ ഹൽറത്തൽ ലഹ്മ ഫി അഫ്വാകിഹിം, നിങ്ങളുടെ വായകളിൽ ഞാൻ ഇറച്ചി കഷ്ണം കാണുന്നുണ്ടല്ലോ. വല്ലാഹി വല്ലാഹി മാ അകൽനാ ഫി യൗമിനാ ഹാദാ ലഹ്മൻ വഗൈറഹ്, അല്ലാഹുവാണ് സത്യം, ഇന്നത്തെ ദിവസം ഇറച്ചി എന്നല്ല ഒന്നും തന്നെ ഭക്ഷിച്ചിട്ടില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് അവർ മറുപടി പറയുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാകിന്നകുമാ ളിൽതുമാ തഅകുലാനി ലഹ്മ സൽമാന വ ഉസാമ, നിങ്ങൾ അക്രമം പ്രവർത്തിച്ചിട്ടുണ്ട്. സൽമാൻ എന്നവരെയും ഉസാമ എന്നവരെയും നിങ്ങൾ ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഇല്ലാത്തത് പടച്ചുണ്ടാക്കിയിട്ടുണ്ട്. അത് അവരുടെ ഇറച്ചി തിന്നതിനോട് സമാനമാണ്. അവിടേക്കാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറൻ മിനൽ ളന്നി ഇന്ന ബഅദൽ ളന്നി ഇസ്മുൻ, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ ലന്ന് വെച്ച് പുലർത്തരുത്. തീർച്ചയായും ലന്ന് വെച്ച് പുലർത്തുക എന്നത് ഇസ്മുൻ, അത് കുറ്റകരമാണ്. തഫ്സീറുൽ ഖുർത്തുബിയിലൂടെ ഇതിന്റെ വിശദീകരണമായി പറയുന്നത്, ഐലാ തളന്നു ബി അഹ്ലിൽ ഖൈരി ഇൻ കുൻതും മിൻ ളാഹിരി അംരിഹിമുൽ ഖൈർ, നിങ്ങൾ ഖൈറിന്റെ അഹ്ലുകാരെ ലന്ന് വെച്ച് പുലർത്തരുത്. തീർച്ചയായും ലന്ന് വെച്ച് പുലർത്തുക എന്ന് പറയുന്നത് ഫഇന്നകുമാ, തീർച്ചയായും
ഇൽമിന്റെ അഹ്ലുകാരെ നിങ്ങൾ തന്നെ വെച്ച് പുലർത്തരുത്. ആ തന്നെ വെച്ച് പുലർത്തുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ആ കാര്യത്തെക്കുറിച്ച് വലിയ ബോധ്യമുണ്ടെങ്കിലും ശരി, നിങ്ങൾ തന്നെ വെച്ച് പുലർത്തരുത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തഫ്സീറുൽ ഖുർത്തുബിയിലൂടെ ഒരു ഹദീസ് പറയുന്നതായി കാണാൻ സാധിക്കും. വയ്യാക്കും വല്ലൻ, നിങ്ങൾ ലന്നിനെ സൂക്ഷിക്കണേ. തീർച്ചയായും ഫഇന്നല്ലന്ന അക്ദബുൽ ഹദീസ്, തീർച്ചയായും ലന്ന് വെച്ച് പുലർത്തുക എന്ന് പറയുന്നത് സംസാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കളവാണ്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, വലാ തനാജസു, നിങ്ങൾ ചൂഴ്ന്നിറങ്ങി അന്വേഷിക്കരുത്. വലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത്. വലാ തബഅലു, നിങ്ങൾ പരസ്പരം കോപിക്കരുത്. വകൂനു ഇബാദല്ലാഹ്, നമ്മളെല്ലാവരും അല്ലാഹുവിൻ്റെ അടിമകളാണ്. നമ്മളെല്ലാവരും അല്ലാഹുവിൻ്റെ അടിമകളാണെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ ഉണർത്തുന്നു, വലാ യഗ്തബ് ബഅ്ളുകും ബഅ്ളാ, നിങ്ങൾ നിന്ന് ചിലർ ചിലരെ ഗീബത്ത് വെക്കരുത്. റൂഹുൽ മആനിയിലൂടെ അതിന്റെ തഫ്സീർ പറയുന്നത്, ഐ ലാ യദ്കുറു ബഅ്ളുകും ബഅ്ളാ ബിമാ യക്റഹു ഫീ ഗൈബതിഹി, നിങ്ങൾ ഗീബത്ത് വെച്ച് പുലർത്തരുത്. അവനിക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവന്റെ അസാന്നിധ്യത്തിൽ ഗീബത്ത് വച്ച് പുലർത്തുക എന്നത് വലിയ കുറ്റമാ. റൂഹുൽ മആനിയിലൂടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസ് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് പറയുകയാണ്, അതദറൂന മൽ ഗീബ, ഓ സ്വഹാബ, നിങ്ങൾക്ക് ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? സ്വഹാബികൾ പറഞ്ഞു, വല്ലാഹു വറസൂലു അഅലം. സ്വഹാബികളുടെ കൂട്ടത്തിൽ ഒരാൾ എണീറ്റ് നിന്ന് പറയുകയാണ്, അഫറഅയ്ത ലൗ കാന ഫീ അഖീഹി മാ അഖൂൽ, എൻ്റെ സഹോദരന്റെ ഉള്ളിലുള്ള ഒരു കാര്യം തുറന്നു പറഞ്ഞാലോ? ഓ സ്വഹാബത്തിനോട് പറയുകയാണ് അല്ലാഹുവിൻ്റെ റസൂൽ, അങ്ങനെ പറഞ്ഞാൽ ഇൻ കാന ഫീഹി മാ തഖൂലു ഫഖദ് ഇഗ്തബതുഹു, അവനിലുള്ള ഒരു കാര്യം നീ പറയുകയാണെങ്കിൽ അത് ഗീബത്തായി മാറുമേ. വഇല്ലം യകുൻ ഫീഹി മാ തഖൂലു ഫഖദ് ഇഗ്തബതുഹു, അവനിലില്ലാത്തൊരു കാര്യം നീ പടച്ചുണ്ടാക്കുകയാണെങ്കിൽ അത് കളവിനെ പടക്കലാകുമേ എന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ തജസ്സസു, നിങ്ങൾ ചൂഴ്ന്നിറങ്ങി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ തഫ്സീറിലായി പറയുന്നത് റൂഹുൽ മആനിയിലൂടെ അതിന്റെ തഫ്സീറിൽ പറയുന്നു, ഖുദൂ മാ ളഹർ, നിങ്ങൾ ലാഹിറിനെ പിടിക്കണേ. വലാ തത്തബിഉ ഔറാത്തൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളുടെ ന്യൂനതകളുടെ പിറകെ പോകേണ്ട ആവശ്യമില്ല. ഹത്താ യത്വലി അലൈഹി ബഅദ അൻ സതറഹുല്ലാഹ്, അല്ലാഹു ആ കാര്യം മറച്ചു വെച്ചതായിരിക്കാം, നീയായിട്ടാണ് ആ കാര്യം ജനങ്ങളിൽ എത്തിച്ചത്, അത് വലിയ തെറ്റാണ്. തഫ്സീറുൽ ഖുർത്തുബിയിലൂടെ പറയുന്നു. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹ്, നീ നിന്റെ സഹോദരന്റെ മയ്യിത്തിനെ തിന്നൽ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അവിടെ പറയുന്നു, അവിടുത്തെ ഇസ്തിഫാമിൽ ഇൻകാറിനിക്കാണെന്ന് പറയുന്നു. അയുഹിബ്ബു എന്ന് പറയുമ്പോൾ അവിടെ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെടരുത് എന്നാണ്. ഇവിടെ ഗീബത്തിനെ ഉദാഹരിച്ചത് മയ്യിത്തിനെ തിന്നുന്നതിനോ ാണ്. അത് എന്താണ് അങ്ങനെ ഉദാഹരിക്കാനുള്ള കാരണം? കമാ അന്നൽ ഹയ്യ ലാ യഅലമു ബിഗൈബതി മിൻ ഇർതിബാതിഹി, ഒരു സഹോദരൻ മറ്റേ സഹോദരനെ ഗീബത്ത് പറയുമ്പോൾ അവൻ അറിയുന്നില്ലല്ലോ എന്നെയാണ് ഗീബത്ത് പറയുന്നത് എന്ന്. അതുപോലെ തന്നെയാണ് മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ ദേഹത്ത് പോയിട്ട് അവന്റെ ഇറച്ചി ഭക്ഷിക്കുമ്പോൾ ആ മയ്യത്ത് അറിയുന്നില്ലല്ലോ എന്റെ ദേഹത്ത് നിന്നാണ് എന്റെ ഭക്ഷണം, എന്റെ മയ്യത്തിനിൽ എന്റെ ദേഹത്തിൽ നിന്നാണ് ഇറച്ചി ഭക്ഷിച്ചത് എന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു. അൽ ഗൈബത്തു ഹറാമുൻ ഫിദ് ദുനിയാ, ദീനിൽ ഹറാമായ നിഷേധിച്ചൊരു കാര്യമാണ് ഗീബത്ത് എന്ന് പറയുന്നത്. വഖബീഹും ഫിൻ നുഫൂസ്, അത് ജനങ്ങളിടയിൽ മോശമായ കാര്യമാണ്. വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം, നിങ്ങൾ തഖ്വയുള്ളവരാവണം. അതുകൊണ്ട് തന്നെ നാവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് കേൾക്കാനും നല്ലത് പറയാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന്
മാത്രം ഉണർത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിടാ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.